അസ്സലാമു അലൈക്കും. സദ്ദത്ത് ബാലുഗത്ത, അത് കഴിഞ്ഞിട്ട് ഖാലൽ മുദരിസു, അധ്യാപകൻ പറഞ്ഞു. മനില്ലദീ ദഫഅ സബ്ബൂറത ഇലൽ ഖൽഫി. മനില്ലദീ ദഫഅ സബ്ബൂറത ഇലൽ ഖൽഫി. ആരാണ് ബോർഡിനെ, സബൂറത്ത് പറഞ്ഞ ബ്ലാക്ക് ബോർഡിനെ പിന്നിലേക്ക് തള്ളിയത്? ആരാണ് ബോർഡിനെ പിന്നിലേക്ക് തള്ളിയത്? മൻ എന്ന് പറഞ്ഞാൽ ആര്, അല്ലതി ദഫഅ സബൂറത്ത. ദഫഅ എന്ന് പറഞ്ഞാൽ തള്ളി എന്നൊക്കെ പറയാം. ദഫഅ തള്ളി. ദഫഅ സബൂറത്ത ബോർഡിനെ, ഇലൽ ഖൽഫി പിന്നിലേക്ക്. ആരാണ് ബോർഡിനെ പിന്നിലേക്ക് തള്ളിയത്? മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലസ്സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലസ്സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. ആരാണ്? അല്ലദീ ഇസ്മു മൗസൂൽ മബനിയുൻ അലസ്സുകൂനി. മനില്ലദീ. ദഫഅ ഫിഅലുൻ, തള്ളി എന്നൊക്കെ പറയും. ദഫഅ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ദഫഅ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അസ്സബൂറത മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ദഫഅ സബ്ബൂറത അൽ ജുംലത്തുൽ ഫിഅലിയ സിലത്തുൽ മൗസൂലി ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. ഇലാ ഹർഫു ജർ മബനിയുൻ അലസ്സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. അൽ ഖൽഫി ഇസ്മു മജ്റൂർ ബിഖർഫിൻ. ഇലൽ ഖൽഫി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി, ഫിഅലിനോട് ചേർന്ന് വന്നത്. ശരിക്കും നമ്മൾ ഇവിടെ മൻ എന്നുള്ളത് മുബ്തദയും അല്ലദീ എന്നുള്ളത് ഖബറുമായിട്ടാണ് ശരിക്കും വരേണ്ടത്. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ കുറിച്ചിട്ട് പിന്നീട് പഠിക്കാം. തആല യാ സയ്യിദു വജുർറഹാ ഇലൽ അമാമി. തആല യാ സയ്യിദു വജുർറഹാ ഇലൽ അമാമി. സഈദ് വരൂ. തആല യാ സഈദ് വരൂ. വ ജുർറഹാ വലിച്ചു കൊണ്ടുവരൂ. നീ അതിനെ വലിച്ചു കൊണ്ടുവരൂ. ജുർറഹാ വലിച്ചു കൊണ്ടുവരൂ. ഇലൽ അമാമി മുന്നിലേക്ക്. നീ അതിനെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവരൂ. ജുർറഹാ നീ അതിനെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവരൂ. തആല ഫിഅലു അംറിൻ മബനിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല. തആല എന്ന് പറഞ്ഞാൽ അത് ഫോം 6 ആണ്. 6ാമത്തെ ഫോമാണ്. ഫോം 6 ഒന്ന് നോക്കിയേ. നമ്മൾ ഫോം 3ഉം 4ഉം 5ഉം എന്തായിരുന്നു? ഒരക്ഷരം വർദ്ധിച്ചു വരുന്നത് അല്ലേ? ഫഅല, ഫഅല, അഫ്അല. പിന്നെ ഫോം 5 തഫഅലയാണ് ഫോം 6 അല്ലേ? ഓക്കെ, ഫോം 6. അവിടെ തആല എന്നുള്ളത് അംർ ഫിഅലാണ്. തആല നോക്കി ഏതിലാണ് വരികയെന്ന്? തആല. തഫഅല ഫോം 6 ആണ്. തആല എന്ന് പറഞ്ഞാൽ തഫഅല വസനിലാണ് വരിക കേട്ടോ. എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫിഅൽ അംറുൻ മബനിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല. ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ്. മബനിയാണ്. തആല അതെ, ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ് അത് ഇതാക്കിയിട്ടുള്ളത്. തആല ഫോം 6. പിന്നെ വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. യാ ഹർഫു നിദാ മബനിയുൻ അലസ്സുകൂനി. സഈദു മുനാദ മബനിയുൻ അലദ്ദമ്മി ഫീ മഹല്ലി നസ്ബിൻ.
ഹർഫുൽ അത്ഫ് മബനിയുൻ അലൽ ഫതഹി. ജുറഹ. ജറ പഠിച്ചിട്ടുണ്ട്. ജറ ജറ ജുറഹ. ജുറ പറയുമ്പോൾ ജുറ പറയാം, അത് അമ്ര ഫിഅലാണ് കേട്ടോ. ജുറ ഇൻഷാ അല്ലാ അത് പഠിക്കാം. ജുറ ഫിഅൽ അമ്രിൻ മബനിയുൻ അല ഹദ്ഫി ഹർഫിൽ ഇല്ല. ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ് പിന്നെ അത് മബനി ആയിട്ടുള്ളത് കേട്ടോ. ജുറ. എന്ന് പറയുന്ന അമ്രല്ലേ? അതെ. അപ്പൊ അതിന്റെ മാതി എന്താ? താല എന്ന് പറയുമ്പോൾ അത് താല അമ്ര ഇല്ലത്തിൻ്റെ അക്ഷരം ആയിട്ട്, അതായത് അലിഫ് മക്സൂർ അവസാനം വരുന്നതാണ് അതിൻ്റെ മാലി. താല അലിഫ് മക്സൂർ അവസാനം വരുന്നത്. ഞാനത് ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് ഇട്ടുതരാം കേട്ടോ, ഒരു മിനിറ്റ്. താല തനാവല അത് ഇതാണ് ടീച്ചറെ. അത് വല തനാവല വേറെ അല്ലേ? അതിൻ്റെ മാലി ഇട്ടുതരാം കേട്ടോ, ഒരു മിനിറ്റ്. നെറ്റ് ഒന്ന് അടിച്ചിട്ടിട്ടുതരാം, നോക്കട്ടെ. തആല ഫിഅലു മാലി. ഹുവ തആല. തആല തആല തആലു തആലത് തആലത അങ്ങനെ കേട്ടാ. തആല തആല എന്ന് പറഞ്ഞാൽ ഫിഅലു മാലിൻ മബനിൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറ ലിൽ അലിഫ് ലിത്തഅദ്ദുരി. തആല. ആ പ്രസൻറ്റിങ് ഞാൻ ഓഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോഴാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. തആല തആലയാണ് മാലി കേട്ടോ. കോപ്പി ചെയ്തിട്ട് തരാം, ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഇത് മാലി, അതിൻ്റെ മുമാലി ഇട്ടുതരാം കേട്ടോ. തആല ഫിൽ അസ്ലി ലാസിം സിഹ. തആല ഫിൽ അംർ ഫിൽ മുളാരി നസീലാവു ഫി നഫ്സ് ജിദർ. സെയിം തന്നെ. യതആല യതആല യുഫാഇലു യതആല ഇതല്ല തഫാഅല യതഫാഅലു യതആല. യതആല കേട്ടോ അംർ പെട്ടെന്ന്. യതആല മുളാരി അല്ലേ ടീച്ചറെ? പിന്നെ തആല അംർ കേട്ടോ. തആല അംർ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വജുറഹ. ജറ യജുറു ജുറഹ. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഇതിൽ വരുമായിരിക്കും, നോക്കട്ടെ കേട്ടോ. ജറൻ്റെ ഇതിലെടുക്കുന്നുണ്ടോ? ജറ ഞാൻ അതൊന്നും ഇട്ടുതരാം. ജറ തസ്രീഫ്, ജറൻ്റെ തസ്രീഫ് ഇട്ടുതരാം, നോക്കട്ടെ കേട്ടോ. അത് നോക്കിക്കോളൂ കേട്ടോ. ജറയാണ് തസ്രീഫ് നോക്കി നോക്കിയിട്ട് അതിൻ്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാലി മുലാരി അമ്പൊക്കെ കിട്ടും. ജറ ജറ അതെ ജറ. ജറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജറ ജറ ജറു ജറത്ത് ജറത്ത ജറർന ജറർത്ത ജറർത്തുമാ ജറർത്തും ജറർത്തി ജറർത്തുമാ ജറർത്തുന ജറർത്തി ജറർത്തു ജറർന. ഇനി അതിൻ്റെ മുലാരി വരുമ്പോൾ പിന്നെ എവിടെയായിരുന്നു ഒരു മിനിറ്റ്. മുലാരി യജുറു യജുറാനി യജുറൂന തജുറു തജുറാനി യജുറുർന. പിന്നെ യജുറു യജുറാനി യജുറു ഒരു മിനിറ്റ് അഫുവൻ. തജുറു തജുറാനി തജുറൂന തജുരീന തജുറാനി തജുറുർന അജുറു നജുറു. അതാണ് മുലാരി. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് അമ്രാണ് വന്നിട്ടുള്ളത് അല്ലേ. അമ്ര വരുമ്പോൾ ജുറയാണ് അതിൻ്റെ അമ്ര കേട്ടോ. ജുറ വലിച്ചു കൊണ്ടുവരിക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജുറ ജുറ ഇതിൻ്റെ അമ്രാണ് കേട്ടോ. ജുറ
അപ്പോൾ ഫേലു അമ്രുൻ മബനിയുൻ അല ജുറ പറയുമ്പോഴേ താല പറയുമ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞിട്ടാണ് നമ്മൾ മബിനി ആയിട്ടുള്ളത്. താല ഇല്ലത്തിൻ്റെ അക്ഷരം കളഞ്ഞു. ജുറക്ക് നമ്മൾ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരം കളയാനൊന്നുമില്ല കേട്ടോ, ഇല്ലല്ലോ അല്ലേ, ഇല്ല. അപ്പോൾ സുക്കൂനിൽ മുഖദ്ദറ ആയിരിക്കും ഉള്ളത്. ഫിഅലു അംറിൻ മബനിയുൻ അല സുക്കൂനിൽ മുഖദ്ദറ, സുക്കൂനിൽ മുഖദ്ദറായിട്ടുള്ള നമ്മൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിക്കോ. ഇല ജുറ പറയാം. ഹ എന്നുള്ളത് ലൊമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി, മഫ്ഊലുൻ ബിഹിയാണ് കേട്ടോ. പിന്നെ ഇല ഹർഫു ജറിൻ മബനിയുൻ അല സുക്കൂനി ഇല മഹല്ല ലഹു മിനൽ ഇറാബി അൽ ഇമാമി اسم مجرور بالحرف إلى الإمام جار ومجرور متعلق بالفعل. سعيد يجر السبورة, سعيد يجر السبورة. സഈദ് ബോർഡ് വലിച്ചു കൊണ്ടുവരുന്നു, സഈദ് ബോർഡ് വലിച്ചു കൊണ്ടുവരുന്നു. സഈദുൻ മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അദ്ദമത്തു ളാഹിറ. യജുറു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മതി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അസ്സബൂറത മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ. യജുറു സബൂറത്ത അൽ ജുംലത്തുൽ ഫിഅലിയ ഫി മഹല്ലി റഫ്ഇൻ ഖബർ, ഖബറു മുബ്തദഇ. സഈദുൻ എന്ന മുബ്തദയുടെ ഖബറാണ് അൽ ജുംലത്തുൽ ഫിഅലിയ യജുറു സബൂറത്ത. ഓക്കെ. അൻത ജറർതഹാ കസീറൻ, അൻത ജറർതഹാ കസീറൻ. നീ അതിനെ കുറേ വലിച്ചു. അപ്പം ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നു. ആരതിനെ പിന്നിലേക്ക് തള്ളിയത് എന്നൊക്കെ ചോദിച്ചല്ലോ. എന്നിട്ട് സൈദേ വായോ നീ അത് മുന്നിലേക്ക് തള്ളി കൊണ്ടുപോയോ പറഞ്ഞല്ലോ. പറഞ്ഞതിന് ശേഷം അപ്പോൾ സയ്യിദ് അത് മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അധ്യാപകൻ വീണ്ടും പറയണെന്താ, അൻത ജറർതഹ കസീറൻ, അൻത നീ ജറർതഹ നീ അതിനെ വലിച്ചു, കസീറൻ ധാരാളം, നീ അതിനെ കുറേ വലിച്ചു, നീ അതിനെ ധാരാളം വലിച്ചു. അൻത ضمير منفصل مبني على الفتح في محل رفع مبتدأ. أنت ضمير منفصل مبني على الفتح في محل رفع مبتدأ. ജറർത്ത നീ അതിനെ വലിച്ചു, അല്ല നീ വലിച്ചു, ഹാ അതിനെ. ജറർത്ത ജറർ ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുകൂനി. അത്താഉ ضمير متصل مبني على الفتح في محل رفع فاعل. ها ضمير متصل مبني على السكون في محل نصب مفعول به. ഫായിലാണ്, ഹാ മഫ്ഊലുൻ ബിഹിയാണ്. കസീറൻ എന്നത് മഫ്ഊലുൻ മുത്തലഖ് മൻസൂബുൻ, മഫ്ഊലുൻ മുത്തലഖ് എപ്പോഴും മൻസൂബായിരിക്കും. കസീറൻ എന്നത് മഫ്ഊലുൻ മുത്തലഖ്. ഒരു കാര്യം, മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞ രണ്ട് മഫ്ഊൽ ബിഹി വരണതാണ്. മഫ്ഊൽ മുത്തലഖ് അല്ല, മഫ്ഊൽ മുത്തലഖ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയയെ ഊന്നിപ്പറയാൻ വേണ്ടി ആ ക്രിയയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് മഫ്ഊൽ മുത്തലഖ്. അപ്പോൾ കസീറൻ എന്നത് നമുക്കിവിടെ കുറച്ചും കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ നിസായിൽ അങ്ങ് ഒരായത്തിലുണ്ട്, കല്ലമല്ലാഹു മൂസ തക്ലീമ. കല്ലമ സംസാരിച്ചു, കല്ലമ അള്ളാഹു സംസാരിച്ചു. മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിച്ചു. തക്ലീമൻ ഒരു സംസാരം. കല്ലമ എന്നുള്ള ഫേല് ഫഅല ബാവില, ഫഅല യുഫഇലു തഫ്ഇല. കാരണം സബ്ബഹ യുസബ്ബിഹു തസ്ബീഹൻ. കല്ലമ യുകല്ലിമു തക്ലീമൻ, കല്ലമ സംസാരിച്ചു, യുകല്ലിമു സംസാരിക്കുന്നു, തക്ലീമൻ സംസാരം. അപ്പോൾ ഇവിടെ കല്ലമ അല്ലാഹു മൂസ തക്ലീമൻ, അള്ളാഹു മൂസ നബിയോട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു സംസാരം ആണ് തക്ലീമൻ എന്നുള്ളതിൻ്റെ അർത്ഥം. ആ ഒരു കല്ലമ എന്നൊരു ഫിഅലിനെ ഊന്നിപ്പറയാൻ വേണ്ടി ആ ക്രിയയിൽ നിന്നുണ്ടാക്കിയൊരു ഇസ്മാണ് ഇത്, അതിൻ്റെ മസ്തറാണ്. തക്ലീമൻ എന്നത് ഇസ്മാണ്. കല്ലമ എന്ന ക്രിയയിൽ നിന്നാണ് തക്ലീമൻ ഉണ്ടായത്.
ഇങ്ങനെ ആ ഒരു ക്രിയയെ ഊന്നി പറയാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്ത് മഫ്ഊലുൽ മുത്തലക്ക്. എന്നാൽ നമ്മൾ പഠിക്കുന്ന കസീറൻ ഇങ്ങനെയുള്ള മഫ്ഊലുൽ മുത്തലക്ക് അവിടെ അതിൻ്റെ ഫിഅലും ഫായിലൊക്കെ കളയപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ശുക്രൻ എന്ന് പറഞ്ഞാൽ മഫ്ഊലുൽ മുത്തലക്കാണ്. ശുക്രൻ ശരിക്കും അവിടെ എന്തുണ്ട്? അഷ്കുറുക്ക ശുക്രൻ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അഷ്കുറുക്ക, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ശുക്രൻ, ഒരു നന്ദി. പക്ഷെ അവിടെ ഫിഅലും ഫായിലും ഒക്കെ കളയപ്പെട്ടിരിക്കുകയാണ്. മഫൂലും ബിഹിയൊക്കെ കളയപ്പെട്ടിട്ടുണ്ട്. അഷ്കുറുക്ക ശുക്രൻ, നമ്മളെല്ലാവരോടും താങ്ക് യു അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിന്നോട് ഒരു നന്ദി പറയുന്നു എന്നാണ്. പക്ഷെ ശുക്രൻ എന്നുള്ളത് മഫൂലുൽ മുത്തലക്കാണ്. ആ അഷ്കുറു അല്ലെങ്കിൽ ഷക്കറ എന്ന ഫേരിൽ നിന്നുണ്ടായതാണ് ശുക്രൻ എന്ന ഇസ്മു. അത് ഇസ്മാണ്, മഫ്ഊലുൽ മുത്തലക്കാണ്. എന്തിൽ നിന്നുണ്ടായില്ല? അവിടെ ഫേല് കളയപ്പെട്ടത് കൊണ്ടാണ് നമുക്കത് അറിയാത്തത്. അപ്പോൾ ഒരു ക്രിയയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഇസ്മാണ് മഫ്ഊലുൽ മുത്തലക്ക്. പക്ഷെ ചിലയിടത്ത് അത് കളയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ വഴിയെ പഠിക്കും, അപ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കസീറൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയോ അവിടെയൊക്കെ കളയപ്പെട്ടിട്ടുണ്ട്. കാരണം ധാരാളം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അപ്പോൾ അത് കളയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. അപ്പോൾ അത് മഫ്ഊലുൽ മുത്തലക്കാണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് ഖുർആനിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അങ്ങോട്ട് എത്തും നമ്മൾ. ഇദ്ഫഅഹാ ഇലൽ ഖൽഫി ഖലീലൻ. ഇദ്ഫഅഹാ ഇലൽ ഖൽഫി ഖലീലൻ. നീ അതിനെ പിന്നിലേക്ക് അല്പം തള്ളൂ. നീ അതിനെ പിന്നിലേക്ക് അല്പം തള്ളൂ. ഇദ്ഫ, നീ തള്ളു. ഹാ, അതിനെ. ഇലൽ ഖൽഫി, പിന്നിലേക്ക്. ഖലീലൻ, അല്പം. നീ അതിനെ പിന്നിലേക്ക് അല്പം തള്ളൂ. ഇദ്ഫ ഫിഅലുൻ മുളാരിഉൻ. നീ തള്ളു, അമ്രല്ലേ. ഫിഅൽ അംറിൻ മബനിയുൻ അലസ്സുകൂനി അല്ലേ, അങ്ങനെ തന്നെ അല്ലേ. ഉക്തുബ് ഫിഅൽ അംറിൻ മബനിയുൻ അലസ്സുകൂനി. ഇതിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷനായി. ഫിഅൽ അംറിൻ മബനിയുൻ അലസ്സുകൂനി, സുക്കൂനിൽ മബനിയായ ഫിഅൽ അംറാണ്. വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത, നീ തള്ളു. ഹാ, ഹാ എന്നത് ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലസ്സുകൂനി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി, അതിനെ. ഇത് ഫിഅൽ അംറാണ്, ഫാഇൽ അൻതയാണ്. ഹാ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്. ഇല ഹർഫു ജറിൻ മബനിയുൻ അല സുക്കൂനി. അൽ ഖൽഫി ഇസ്മു മജ്റൂറുൻ ബിൽ ഹർഫി. ഇലൽ ഖൽഫി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. ഖലീലൻ മഫ്ഊലുൻ മുതലക്. യക്ഫി, യക്ഫി. ഖഫ, യക്ഫി. ഖഫ, യക്ഫി. മതി, അത് മതിയാണ്. അത് മതി എന്നല്ലെങ്കിൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കഫ, യക്ഫി. കഫനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചധികം പഠിക്കാണ്ട്. ഇപ്പോൾ ഞാനത് ഖുർആനിലെടുത്തപ്പോൾ കഫ ബിഹി ഷഹീദം ബൈനി വബൈനക്കും. അപ്പോൾ അവിടെ കഫ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ശ്രദ്ധിച്ചോന്നറിയില്ല. ഖുർആനിൽ കഫക്ക് സാധാരണ കഫ എന്നുള്ള ക്രിയ എന്ന് പറഞ്ഞാൽ മതിയാവുന്നതാണെന്നൊക്കെ പറയും. പക്ഷേ അതിന് ഫായിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും, പുറത്തുണ്ടാവും. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ ഖുർആനിലൊക്കെ വന്നിടത്ത് പുറത്താണ് ഫായിൽ കിടക്കുന്നത്. കഫ ബിഹി, അവന് മതിയാകുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ബി എന്ന ഹർഫു ജറിന് ശേഷമാണ് ഹി എന്ന ഒരു ലമീറാണ് അതിൻ്റെ ഫായിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാനത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ലാസ്റ്റ് എടുത്ത ക്ലാസ്സിന്. ഇവിടെ കഫക്ക് കുഴപ്പമില്ല. ഇവിടെ കഫ യക്ഫി. യക്ഫി എന്ന് പറഞ്ഞാൽ അത് മതി, മതിയാകുന്നത്, അത് മതിയാകുന്നു അല്ലെങ്കിൽ അത് മതി. ഫിഅലുൻ എന്താ പറയുക? കഫ. കഫ ഏത് ഫിഅലാ? കഫ നാഖിസാണ് അല്ലേ. കഫ യക്ഫി. യക്ഫി പറയുമ്പോൾ എങ്ങനെയാ? ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിദമ്മത്തിൽ മുഖദ്ദറത്തി. ലൊമ്മ കാണില്ല അല്ലേ, യക്ഫിയു എന്ന് വരില്ല. കാരണം എന്താ? കാരണം ഇത് സിക്കലാണ്, ഭാരം കൊണ്ട് യാക്ക് താങ്ങൂല. യക്ഫി പറഞ്ഞാൽ ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ ലിസിക്കലി, സിക്കല് കാരണം കൊണ്ട്. വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഉത്റുക്ഹാ, അത്റുക്കുഹൽ ആന. കൂട്ടി വായിക്കുമ്പോൾ ഉത്റുക്കുഹാ അൽ ആന. കൂട്ടി വായിക്കുമ്പോൾ ഉത്റുക്കുഹൽ ആന. നീ അതിനെ വിട്ടേക്കൂ, നീ അതിനെ ഇപ്പോൾ വിട്ടേക്കൂ. ഇപ്പോൾ നീ അതിനെ വിട്ടേക്കൂ. ഇപ്പോൾ നീ അതിനെ വിട്ടേക്കൂ. തറക യത്റുക്കു ഉത്റുക്. ഉത്റുക് ഫിഅൽ അംറിൻ മബനിയുൻ അല സുകൂനി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഹാ, അതിനെ. ഹാ അൽ ഹാഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി
ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി അൽ ആന ഇപ്പോൾ ളർഫു സമാൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ ലർഫുകളെല്ലാം നസ്ബാണ്. ഖാല മസ്ഊദുൻ സമയത്തില്ലല്ലോ ഇല്ല. ഖാല മസ്ഊദുൻ മസ്ഊദ് പറഞ്ഞു അഹാദാ ഹുവ ജുസ്ഉ സാനി മിനൽ കിതാബി യാ ഉസ്താദു അഹാദാ ഹുവൽ ജുസ്ഉ സാനി മിനൽ കിതാബി യാ ഉസ്താദു ഉസ്താദെ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം അത് ഇതാണോ? ഉസ്താദെ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം അത് ഇതാണോ? ആണോ? ഹാദ ഇത് ആണോ? ഇതാണോ? ഹുവ ഇത് ജുസ്ഉ സാനി രണ്ടാമത്തെ ഭാഗം മിനൽ കിതാബി പുസ്തകത്തിൽ നിന്ന് യാ ഉസ്താദ് ഉസ്താദെ ഉസ്താദെ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം അത് ഇതാണോ? ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി. ഒരു മിനിറ്റ് എടുക്കട്ടെ കേട്ടോ. യെസ്, ഹർഫുൽ ഇസ്തിഫ്ഹാം മിനൽ കിതാബി യാ ഉസ്താദു ഹർഫുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല്ലേ മബനിയുൻ അലൽ ഫതഹി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. ഹാദാ ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ സുകൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. ഹാദ എന്നത് മുബ്തദഅ ആകുന്നു. ഹുവ ജുസ്ഉ സാനി ഹാദ മുബ്തദഅ അല്ലേ. ഹുവ ളമീറുൻ മുൻഫസിലുൻ മബനിൻ അലൽ ഫതഹി. എന്തിൻ്റെ സ്ഥാനത്തായിരിക്കും അത്? ഹുവ ഇത് ജുസ്ഉ സാനി ഇത് ജുസ്ഉ സാനി ആകുന്നു. ഹുവ മുബ്തദ എന്ന് ഞാൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് മുബ്തദ സാനി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഹാദ മുബ്തദ കൊടുത്തിട്ടുണ്ട്. ഹുവ എന്നുള്ളത് ളമീറുൻ മുൻഫസിലുൻ മബനിൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ സാനി. അൽ ജുസ്ഉ ഖബറുൻ മർഫൂഉൻ. ഹുവ അങ്ങനെ വരുമോ നോക്കട്ടെ കേട്ടോ. അസാനി എന്നുള്ളത് നഅത്താണ്. മിന്നൽ കിതാബി ജാറുൻ മജ്റൂറുൻ യാ ഹർഫുൻ ഇദാ ഉസ്താദു മുനാദ. ഹാദാ ഹുവ ജുസ്ഉ സാനി മിനൽ കിതാബി. ഇത് ഖബറാണ് നോക്കണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹാദ എന്നുള്ള മുബത്ത അതായത് ഖബറാണ് ഏത് ജുസ്ഉ സാനി മിനൽ കിതാബി എന്നുള്ള ആ ജുംല. ഓക്കെ, ജുംലത്തുൽ ഇസ്മിയ തന്നെയാണ് അവിടെ ഖബറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ആ ഖബറിനെ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ഹുവ ജുസ്ഉ സാനി അവിടെ ഹുവൻ്റെ ബദലാവോ എന്നാണ് ഞാൻ കൺഫ്യൂഷൻ. അത് നോക്കാം. എന്തായാലും ഹാദ എന്നുള്ളത് മുബത്തദയാണ്. ഹുവ ജുസ്ഉ സാനി മിനൽ കിതാബി എന്നുള്ളത് ഖബറാണ്. പിന്നെ സാനി എന്നുള്ളത് നഅത്താണ്. ഹാദ ജുസ്ഉ സാനി ഇത് രണ്ടാമത്തെ ജുസ് ആണ് മിനൽ കിതാബി പുസ്തകത്തിൽ നിന്നുള്ള. അപ്പം മിനൽ കിതാബി അല്ലേ ശരിക്കും ജാറും മജ്റൂറിനായിട്ട് വരേണ്ടത്. ഹുവൽ ജുസ്ഉ സാനി അത് ഹുവ എന്നുള്ളത് മുബത്തദയാണ്. ഹാദ മുബത്തദയാണ്. ഹുവ മുബത്തദയാണ്. മുബത്തദ സാനി പറയാം. അതവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊന്നുകൂടി നോക്കിയിട്ട് പറയാം. ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു നഅം അതെ ഖുദ് ഹാദിഹി നസ്ഖു വഉദ്ദഹാ. ഖുദ് ഹാദിഹി നുസ്ഖ വഉദ്ദഹാ. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം ഇതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടി ചോദിച്ചത് പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം ഇതാണെന്ന് ചോദിച്ചപ്പോൾ നഅം അതെ അതെ നഅം ഹർഫു ജവാബ് മബനീൻ അല സുകൂനി അതെ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഹുദ് നീ എടുക്കൂ, ഹാദിഹി നുസ്ഖ നീ എടുക്കൂ, എന്നിട്ട് ഈ കോപ്പി നീ എടുക്കൂ. നുസ്ഖ എന്ന് പറഞ്ഞാൽ കോപ്പി. ഈ കോപ്പി നീ എടുക്ക് വഉദ്ദഹ എന്നിട്ട് നീ അത് ഉദ്ദ പറഞ്ഞാൽ നീ എണ്ണ്. ഹാ അത് ഉദ്ദ പറഞ്ഞാൽ എണ്ണ്. കണ്ടോ ഉദ്ദ ജുറ ഒക്കെ കണ്ടോ അമ്രുഫേലായിട്ട് വന്നിട്ടുള്ളത് മുളഅഫായ ക്രിയകളുടെ അമ്രുഫേലാണ്. ഉദ്ദ ജുറ എന്നൊക്കെ പറഞ്ഞത് ശ്രദ്ധിക്കട്ടെ. ഉദ്ദ നീ എണ്ണ്. ഹാ ഇത് കൗണ്ട് ചെയ്യാൻ, നീ ഇത് കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഹുദ് നീ എടുക്ക് ഫിഅൽ അംറിൻ മബനിയുൻ അല സുകൂനി
വൽഫായിലു ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. നീ എടുക്ക്, എന്തെടുക്ക്? ഹാദിഹി. ഹാദിഹി ഇസ്മുൽ ഇഷാറത്തി മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അപ്പം നീ എന്താ എടുക്കേണ്ടത്? ഇത്. അതാണ് മഫ്ഊലുൻ ബിഹി. അന്നുസ്ഖ ബദലുൻ മൻസൂബുൻ. കാരണം എന്താ? ഹാദിഹി എന്നതിൻ്റെ ബദലാണ് നുസ്ഖ എന്നത്. ഹാദിഹി എന്നുള്ളത് മറ്റേ മഫ്ഊലുൻ ബിഹിൻ്റെ സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് മുബദൽ മിൻഹുൻ്റെ അതേ ഇറാബ് വേണം ബദലിനും. അതുകൊണ്ടാണ് നുസ്ഖ എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ബദലുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ വാവ് ഹർഫുൽ അത്ഫ് ഉദ്ദ. ഉദ്ദ നീ എണ്ണ്. ഉദ്ദ പറഞ്ഞാൽ ഫിഅലു അംറിൻ. ഒരു മിനിറ്റ്. ഉദ്ദ അത് നമ്മളെ ജുറൊക്കെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഉദ്ദ ഫിഅലു അംറിൻ മബനിയുൻ. ആരും ഇല്ലേ അവിടെ? ഉണ്ട്. ഒന്ന് പറഞ്ഞേ. ഉദ്ദ എനിക്ക് കിട്ടുന്നില്ല. ജുറ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ. ഇല്ലത്തിന്റെ അക്ഷരം അവിടെ കളഞ്ഞിട്ടില്ലല്ലോ. എവിടെ കളഞ്ഞിക്കണ? ഇല്ലത്തിന്റെ അക്ഷരം കളഞ്ഞിട്ടുണ്ടാ? ജറ ജുറ എല്ലാ ലെറ്ററും ഉണ്ടല്ലോ. സുക്കൂനിൽ മുഖദ്ദറയാണെന്നാണ് തോന്നുന്നത് കേട്ടാ. നോക്കണം. നേരത്തെ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ജുറ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞു വന്നത്. റംഷീദ ഉണ്ട്. അത് പറഞ്ഞേ. മബനിയുൻ അലാ സുകൂനിൽ മുഖദ്ദറത്തി. സുകൂനിൽ മുഖദ്ദറ. സുക്കൂനിൽ മുഖദ്ദറയാണ് അല്ലേ? ശരി കേട്ടാ. എനിക്കവിടെ കൺഫ്യൂഷൻ വന്നാണ്. സുക്കൂനിൽ മുഖദ്ദറ അതന്നെ കേട്ടോ. ലെറ്റർ പോയിട്ടില്ല. ഫിഅലു അംറിൻ മബനിയുൻ അലാ സുക്കൂനിൽ മുഖദ്ദറത്തി വൽഫായിലു ദമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. ഹാ ضمير متصل مبني على السكون في محل نصب مفعول به. നീ അതിനെ എണ്ണം അല്ലേ? നുസ്ഖ വഉദ്ദഹ. നീ അതിനെ എണ്ണം. എന്താ പറഞ്ഞ? അദദ് തഹ. നീ അത് എണ്ണിയോ? അദദ് അദദ് ത. നീ എണ്ണി. ഹ അതിനെ. ഹംസ ഇസ്തിഫാമാണ് കേട്ടോ. നീ അതിനെ എണ്ണിയോ? നീ അതിനെ എണ്ണിയോ? നീ അത് എണ്ണിയോ? ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. അദദ് ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുകൂനി. അത്താഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അല്ലേ? നീ എണ്ണി. ഹാ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. നീ അതിനെ എണ്ണിയോ? ഒരു മിനിറ്റ് കേട്ടോ. പിന്നെന്താ? കം ഹിയ. അത് എത്രയുണ്ട്? എത്രയുണ്ട് അത്? കം ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അല സുകൂനി. കം ശരിക്കും പറഞ്ഞാൽ അത് മുബ്തദയുടെ സ്ഥാനത്താണ്. ഹിയ ضمير منفصل مبني على الفتح في محل رفع خبر. كم هي. റംഷീദ ഉണ്ടല്ലോ അല്ലേ? അതിലെ മസ്ഊദുൻ അഹാദ ഹുവ ജുസ് ഉസാനി. അതിന് മുന്നത്തത് എങ്ങനെയാ നിങ്ങൾ ഇറാബ് ചെയ്ത് വെച്ചിട്ടുള്ളത്? അഹാദ ജുസ് ഉസാനി മിനൽ കിതാബി യാ ഉസ്താദു. ഹാദ എന്നുള്ളത് മുബ്തദയും ഹുവൽ ജുസ് ഉസാനി മിനൽ കിതാബി യാ ഉസ്താദു എന്നുള്ളത് ഖബറും അല്ലേ അത്? എന്നിട്ട് അതിന് ഖബറിനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ആ ഹുവ എന്നുള്ളത് മുബത്തദയും ആ ജുസ് എന്നുള്ളത് എന്താ കൊടുത്തിട്ടുള്ളത്? ഉണ്ടോ? ഇല്ല തോന്നുന്നു. ബദല് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വരണല്ലോ.
ബദൽ വരണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് വരണ്ടേ? ഹാദാ ഹുവ. ഹുവക്ക് ശേഷമല്ലേ ജുസു വന്നിട്ടുള്ളത്? മിനൽ കിതാബിയാണ് അതിൽ വരേണ്ടത്. അതാണ് ചോദിച്ചത്, എനിക്കൊരു കൺഫ്യൂഷൻ. അവരവിടെ ഇല്ല. ആ അതെ അതെ, മസ്ഊദുൻ ചോദിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ തൊട്ട് ഇപ്പം പറഞ്ഞില്ലേ, അതിന് തൊട്ട് മുന്നത്തെ സെൻറ്റൻസിൽ അഹാദ ഹുവ ജുസ്ഉ സാനി മിനൽ കിതാബി യാ ഉസ്താദു, ആ സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ ജുംല ഉണ്ടല്ലോ, ആ അവിടെ ഹംസ എങ്ങനെ ഹാദ മുബ്തദ, ആ ഹുവ എന്നുള്ളത് മുബ്തദ സാനി അല്ലേ? ആ ജുസ്ഉ എന്താ? അല്ല, ഏ അത് നോക്കട്ടെ. അങ്ങനെ തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു ഫസ്റ്റ് ഒരു മുബത്തദ, പിന്നെ സെക്കൻഡ് വൺ ആയിട്ട്. അതായത് ആ ജുംല മൊത്തം ഖബറിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് അത് ഞാൻ രണ്ടാമത് മുബത്തദ സാനി എണ്ണിയത്. അൽ ജുസ്ഉ എന്നുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് ഹുവയുടെ ബദലായിട്ടാന്ന് തോന്നുന്നു. ബദലായിട്ട് പറയാം അല്ലേ? എനിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ. ഞാനിത് ഇതിന്റെ തൊട്ടടുത്തുള്ളതിനൊരു പിന്നെ അസാനി നഅത്ത് മിനൽ കിതാബ് ജാറുൽ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ, ഹുവന്റെ ഖബറാണ് മിനൽ അതല്ലേ? ടെക്സ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അവിടെ അടയാളപ്പെടുത്തി വെക്കും കയ്യില്. അങ്ങനെ പറഞ്ഞെന്ന എന്റെ ഓർമ്മ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ കയ്യില്? ഇല്ല, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ശരി ശരി, മനസ്സിലായി. ശരി കേട്ടാ. അപ്പൊ അത് പറഞ്ഞു കേട്ടാ. അപ്പൊ ഖാല മസ്ഊദുൻ, മസ്ഊദ് പറഞ്ഞു, നഅം അതെ, അദത്തുഹ ഞാനത് എണ്ണി, നഅം ഹർഫു ജവാബിൻ മബനിയുൻ അല സുകൂനി, അദത്തു ഞാൻ എണ്ണി, ഹാ അത്, അദദ് ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുകൂനി, തു അത്താഉ ضمير متصل مبني على الضم في محل رفع فاعل. അത്താഉ ഫാഇൽ ആണ് കേട്ടോ. ഹാ ضمير متصل مبني على السكون في محل نصب مفعول به. هي 45 نسخة. هي 45 നുസ്ഖത്തൻ. ഇത് 45 കോപ്പിയുണ്ട്. ഇത് 45 45 കോപ്പിയുണ്ട്. ഹിയ ضمير منفصل مبني على الفتح في محل رفع مبتدأ. ഹിയ എന്നത് മുബ്തദഅ ആകുന്നു. ഖംസുൻ ഖബറുൻ വ ഖബറുൻ മർഫൂഉൻ. ഖംസുൻ എന്നത് ഖബറാണ്, വാവ് ഹർഫുൽ അത്ഫ് മബനിയുൻ അലൽ ഫതഹി. അർബഊന മഅതൂഫുൻ അലാ ഖംസുൻ, അല്ലെങ്കിൽ ഖംസിൻ, ഖംസിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത്. ഓക്കെ. നുസ്ഖത്തൻ തമീസ്, തമീസ് മൻസൂബുൻ, തമീസ് എപ്പോഴും മൻസൂബായിരിക്കും. നുസ്ഖത്തൻ തമീസ് മൻസൂബുൻ. അലാമത്തുൽ എങ്ങനെ തമീസ് വരുന്നത് കമ്മിന് ശേഷമല്ലേ? ഇവിടെ കം വന്നില്ലല്ലോ. നമ്പർ അതതിന്റെ നമ്മള് അതതുൽ അത്ഫ് ചെയ്യുന്ന അതതുകൾക്ക് ശേഷം തമീസ് അല്ലേ വരിക? 11 എന്താ വരിക? 11 ശേഷം എണ്ണപ്പെടുന്നത് തമീസ് ആയിട്ടല്ലേ വരുന്നത്? മറന്നോ? ഓക്കെ, അപ്പൊ തമീസ് ആണ് കേട്ടോ. ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു. സമയമായോ? ഒരു മിനിറ്റ്. നദ്റുസുൽ ആന ഹദീസൻ, നദ്റുസുൽ ആന ഹദീസൻ. ഞങ്ങളിപ്പോൾ മുദരിസല്ലേ, നമ്മളിപ്പോൾ അല്ലേ, നമ്മളിപ്പോൾ ഹദീസ് പഠിക്കുന്നു. നമ്മളിപ്പോൾ നദ്റുസു നമ്മൾ പഠിക്കുന്നു, അൽ ആന ഇപ്പോൾ, ഹദീസൻ ഹദീസ് നമ്മളിപ്പോൾ ഹദീസ് പഠിക്കുന്നു. നദ്റുസു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ അലാമത്തുർ റഫ്ഇഹി അൽ ദമ്മത്തുൽ ളാഹിറ. അതെ, ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു നഹ്നു നമ്മൾ. അൽ ആന ളർഫു സമാൻ ഇപ്പോൾ അല്ലേ? ളർഫു സമാൻ മബനീൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ, നസ്ബിൻ്റെ മഹല്ലിലാണ്. ഹദീസൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ, മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ഓക്കെ.
അക്തുബുഹു അല സബൂറത്തി. അക്തുബുഹു അല സബൂറത്തി. ഞാനത് ബോർഡിൽ എഴുതും. അക്തുബു ഞാൻ എഴുതും. ഹു അത്. അല സബൂറത്തി ബോർഡിൽ. അക്തുബു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിദമ്മത്തി വൽഫാഇലു ضمير مستتر تقديره أنا. الهاء ضمير متصل مبني على الضم في محل نصب مفعول به. على حرف جر مبني على السكون. السبورة اسم مجرور بحرف. على السبورة جار ومجرور متعلق بالفعل. فاكتبوه في دفاتركم. നിങ്ങളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ എത്തുബൂ നിങ്ങൾ എഴുതൂ. ഹു അത്. ഫി ദഫാത്തിരിക്കും നിങ്ങളുടെ നോട്ട്ബുക്കിൽ. നിങ്ങളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഫ ഹർഫു ആത്തുഫിൻ മബനിയുൻ അലൽ ഫതഹി. ഉക്തുബൂ നിങ്ങൾ എഴുതുവീൻ. ഉക്തുബൂ ഫിഅലു അംറിൻ മബനിയുൻ അലാ ഹദ്ഫി നൂനി. ഫിഅലു അംറിൻ മബനിയുൻ അലാ ഹദ്ഫി നൂനി. നൂനിനെ കളഞ്ഞുകൊണ്ടാണ് അതിനെ പിന്നെ ഇതാക്കിയിരിക്കുന്നത്, മബനിയാക്കിയിരിക്കുന്നത്. തുബൂ. പിന്നെ അതിൽ അൽഫായിലു വാവു. അൽവാവു ضمير متصل مبني على السكون في محل رفع فاعل. നിങ്ങൾ എഴുതുവീൻ. വാവാണ്. വാവുൽ ജമാഅയാണ് അതിൽ ഫാഇൽ. പിന്നെ അത്. ഹു എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ ضمير متصل مبني على الضم في محل نصب مفعول به. നിങ്ങളത് എഴുതുവീൻ. അത്. ഫി ഹർഫു ജർ മബനിയുൻ അല സുകൂനി. ദഫാത്തിരിക്കും. ദഫാത്തിരി ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജരിഹിൽ കസ്റത്തു ളാഹിറ വഹുവ മുളാഫ്. ഖും ضمير متصل مبني على الضم في محل جر مفعول به. അവിടെ എന്തുകൊണ്ടാണ് ദഫാത്തിരി വന്നത്? മഫായിലു വസനല്ലേ ശരിക്കും അത്? ഫീ വരുമ്പോ ഹർഫ് ജർ വരുമ്പോ ദഫാത്തിറു എന്നുള്ളത് എന്തായിരുന്നു ശരിക്കും? മംനൂമിനസ്സർഫാണ്. ദഫാത്തിർ എന്തുകൊണ്ടാ മംനൂമിനസ്സർഫ്? ദഫാത്തിറു മഫായിലു അല്ലേ? മഫായിലു വസനല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ദഫാത്തിരി എന്നാണ് വന്നിട്ടുള്ളത്? കെസ്റ വന്നു. മംനൂമിനസ്സർഫിന്റെ റൂൾ എന്താണ്? അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും അവിടെ കെസ്റ വന്നത്? ഫീ വന്നിട്ടുണ്ടെങ്കിൽ മംനൂമിനസ്സർഫ് ഫീ വന്നിട്ടുണ്ടെങ്കിൽ കെസ്റ വരുമോ? ഫതഹയല്ലേ വരേണ്ടത്. അവിടെ കെസ്റയാ വന്നിട്ടുള്ളത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നക്കിറായിട്ട് വരുമ്പോഴാണ് പൊതുവെ മംനൂമിനസ്സർഫിന്റെ റൂൾ ഉള്ളത്. പിന്നെ അലിഫ്ലാം വന്നു കഴിഞ്ഞാലോ പിന്നെ മുല്ലാഫ് വന്നു കഴിഞ്ഞാൽ ആ റൂളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. വല്ലാഹു അലം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം കേട്ടോ. ദഫാത്തിരി എന്നുള്ളത് മംനൂമിനസ്സർഫാണ്. പക്ഷെ അവിടെ മുലാഫ് അല്ലേ, ഖും എന്നുള്ളതിന്റെ മുലാഫ് വസത്ത് അല്ലെ, ആ രീതിയിലൊക്കെ വരുമ്പോൾ ഈ മംനൂമിനസ്സർഫിന്റെ റൂള് പോകുന്നതാണ് പറയപ്പെടുന്നത്.
അപ്പോൾ ഞാൻ അതാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഒരു എന്താണ് ഉലമാ ഇക്കും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അല്ല ഉലമാ ഉൽ മദീനത്തി അതായത് എന്തോ പറഞ്ഞില്ല ഉലമാ ഇൽ മദീനത്തി ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതായിരിക്കണം മറ്റവർക്ക് ഇട്ടുകൊടുത്ത ക്വസ്റ്റ്യനിൽ അവിടെ മംനൂ മിന സർഫിൻ്റെ റൂള് പോയിട്ടുണ്ട് അത് മുലാഫുൻ വസത്തായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ റൂള് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ ശരി കേട്ടോ ശരി യക്തുബു അവരെഴുതുന്നു യക്തുബു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ ഇനി ഹദീസാണ് അത് ഇൻഷാ അല്ലാഹ് സമയമായില്ലേ അടുത്ത ഇതിലെടുക്കാം കേട്ടോ ഓക്കെ ജസാക്കുമുല്ലാഹ്